ശരിക്കും കോളേജിന് മുന്നേ എടുത്തൊരു തീരുമാനമാണ്. അതിനെൻ്റെ ഒരു കസിൻ സജിത്ത് എന്നാണ് പേര്. അപ്പോൾ ചേട്ടൻ നല്ലൊരു ഗൈഡൻസ് സ്കൂൾ കാലഘട്ടം തൊട്ട് തന്നെ നൽകിയിരുന്നു. അപ്പോൾ അതെനിക്ക് കോളേജ് കാലഘട്ടത്തിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റി. ആ ഒരു ഗൈഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ കോളേജിൻ്റെ ആദ്യ വർഷം തന്നെ ഒരു 3 ഇയർ പ്രോഗ്രാം ജോയിൻ ചെയ്തു. PYQ അനാലിസിസിൽ നിന്നാണ് UPSCയുടെ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ UPSCയുടെ ഒരു കോർ ഏരിയാസ് ഉണ്ട് എല്ലാ സബ്ജക്ട്സിലും. അപ്പോൾ അത് മനസ്സിലാക്കാൻ ആ ഒരു PYQ അനാലിസിസ്, പിന്നെ UPSCയുടെ ഓപ്ഷൻസ്, അവരുടെ വേർഡിങ്സ്, ക്വസ്റ്റ്യൻ ഫ്രേസ് ചെയ്യുന്ന രീതി, ഇതെല്ലാം നമുക്കൊരു ആ ഒരു ക്വസ്റ്റ്യനെ കൂടുതൽ അടുത്തറിയാൻ സഹായിക്കും. അവിടെ ഞാൻ കൂടുതലായി ഉപയോഗിച്ചത് കേരള PSCയുടെ ക്ലാസ്സുകളായിരുന്നു. യൂട്യൂബിൽ നിന്ന് ലഭ്യമാകുന്ന കേരള PSCയുടെ ക്ലാസ്സുകളിൽ ബേസിക് ഫണ്ടമെൻറ്റൽസ് ഓഫ് CSAT എല്ലാത്തിനുമുള്ളൊരു ഫണ്ടമെൻറ്റൽസ് അതിൽ നിന്ന് പഠിക്കുമായിരുന്നു. അത്തരത്തിലൊരു ഫോക്കസ്ഡ് റിവിഷനായിരുന്നു. ആവശ്യമുള്ളത് മാത്രം റിവൈസ് ചെയ്തു. കോൺഫിഡൻ്റ് ആണെന്ന് ഉറപ്പുള്ളത്, ടൈം കൺസ്ട്രെയിൻ ഉള്ളത് കൊണ്ട് തന്നെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളതിനെ മാറ്റിവെച്ചിരുന്നു. ഇല്ല സാർ, ഒരിക്കലും അങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കേണ്ടി വന്നിട്ടില്ല. അഥവാ കേട്ടാലും എനിക്കങ്ങനെ മറ്റുള്ളവരുടെ അഭിപ്രായത്തോട് ഇത്തരം അഭിപ്രായങ്ങളെ ഞാൻ സീരിയസ് ആയിട്ട് എടുക്കാറില്ല. ആദർശ് CS ഇത്തവണത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ 457 റാങ്ക് ഓൾ ഇന്ത്യ തലത്തിൽ കരസ്ഥമാക്കി. തിരുവനന്തപുരത്തുകാരുടെ അഭിമാനം എന്നപോലെ മലയാളികളുടെ ആകെ അഭിമാനമായി മാറിയ ആദർശാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ആദർശിൻ്റെ 2ാമത്തെ ശ്രമത്തിലാണ് ഈ നേട്ടം കരസ്ഥമാക്കിയിട്ടിരിക്കുന്നത്. അതുപോലെ മലയാളമാണ് ഐച്ഛിക വിഷയമായിട്ട് തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് മലയാളത്തിൻ്റെ മധുരം കൂടുതലാണ് ആദർശിൻ്റെ വിജയം. എന്നാൽ ആദർശിനോട് പ്രിപ്പറേഷൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. തിരുവനന്തപുരം സ്വദേശിയാണ്. BSc അഗ്രികൾച്ചർ ബിരുദം എടുത്തതിന് ശേഷമാണ് ആദർശ് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ആരംഭിച്ചത്. ബാക്കി കഥ ആദർശ് തന്നെ പറയും. ആദർശ്, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു തുടക്കം റിസൾട്ട് വന്ന ദിവസം തന്നെയാവാം. എങ്ങനെയായിരുന്നു ആ ദിവസം? എങ്ങനെയാണ് സ്വന്തമായിട്ടാണ് റിസൾട്ട് ചെക്ക് ചെയ്തത്? ഇല്ല സാർ, അന്നേ ദിവസം രാവിലെ മുതൽ അല്പം ടെൻസ്ഡായിരുന്നു. അപ്പം ഫോൺ ഓഫാക്കി വെച്ചിരിക്കുകയായിരുന്നു, സ്വിച്ച് ഓഫ്, സൈലൻ്റിൽ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം ഒരു മെസ്സേജാണ് വന്നത്, കൺഗ്രാജുലേഷൻസ്. എൻ്റെ റൂംമേറ്റ് ആൽബിൻ്റെ മെസ്സേജായിരുന്നു. അപ്പോൾ ഒരു വലിയ ആശ്വാസമായിരുന്നു, പേര് ലിസ്റ്റിലുണ്ട്. അത് ഉടൻ PDF എടുത്ത് നോക്കി, വളരെ ഹാപ്പി ആയിരുന്നു. അച്ഛനും അമ്മയും അടുത്തുണ്ടായിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു അത്. തീർച്ചയായിട്ടും. റിസൾട്ട് വന്ന ശേഷം എങ്ങനെയാണ് ലൈഫ് മാറിയത്? അത് വളരെ വളരെ പെട്ടെന്നുള്ളൊരു മാറ്റമായിരുന്നു. ഒരുപാട് ആളുകൾ നമ്മളെ തിരിച്ചറിയാൻ തുടങ്ങി, ഒരുപാട് ആളുകൾ വീട്ടിൽ വന്ന് കാണാൻ തുടങ്ങി. ഒരു 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 വലിയൊരു മാറ്റം തന്നെയായിരുന്നു. തീർച്ചയായിട്ടും. എനിക്കൊന്നും സിവിൽ സർവീസ് പ്രിപ്പറേഷൻ തുടങ്ങിയത് മുതൽ ഒരു പക്ഷേ ഏറ്റവും ആശ്വാസമുള്ളൊരു മൊമെൻ്റ് കൂടിയായിരിക്കും അല്ലേ റിസൾട്ട് വരുന്ന ദിവസം? അതെ സാർ, വീണ്ടും ഒരു അറ്റംപ്റ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു ആശ്വാസവും നമ്മൾ ചെയ്ത പ്രവർത്തനത്തിനൊരു ഫലം കിട്ടി എന്നുള്ളൊരു വലിയൊരു ആശ്വാസമുണ്ട്. റൈറ്റ്. ഓക്കെ, എനിക്കൊന്ന് നമുക്ക് റിവേഴ്സ് ഓർഡറിൽ പോവാം. സിവിൽ സർവീസ് പ്രിപ്പറേഷൻ സാധാരണ നമ്മൾ പ്രിലിമിനറി പരീക്ഷയുടെ പ്രിപ്പറേഷനാണ് തുടങ്ങേണ്ടത്. എങ്കിൽ പോലും ഏറ്റവും 3ാമത്തെ സ്റ്റേജ്, ഒടുവിലത്തെ സ്റ്റേജാണ് ഇൻ്റർവ്യൂ. അപ്പോൾ ഇൻ്റർവ്യൂ ബൂട്ട് ക്യാമ്പിലെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു ലീഡിൽ ഇത്തവണ ആദർശ്. അപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻസിൽ സ്ഥിര സാന്നിധ്യം എന്ന് മാത്രമല്ല പല രീതിയിലും ഗ്രൂപ്പ് ഡിസ്കഷൻ എൻട്രി ചെയ്ത ഒരാളാണ്. അതോടൊപ്പം കമ്മ്യൂണിക്കേഷൻ ട്രെയിനറായിട്ടുള്ള ജിൻ സാറുമായിട്ടൊക്കെ സെഷൻസ് എടുത്തു. അപ്പോൾ ആദർശ് ഞാൻ കണ്ടൊരു കാര്യം, ചെയ്യുന്ന കാര്യം കൺസിസ്റ്റൻ്റ്ലി ഒരു മടിയും കൂടാതെ അത് തുടർന്ന് വരുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റിനുള്ള സ്കോപ്പ് മുന്നിൽ കണ്ടായിരിക്കണം ആദർശ്. അപ്പോൾ എന്തായിരുന്നു ആദർശ്, വാട്ട് കെപ്റ്റ് യു ഗോയിങ്? ഇപ്പോൾ പ്രത്യേകിച്ച് ഇൻ്റർവ്യൂ സ്റ്റേജിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻ്റർവ്യൂവിന് വേണ്ടി ചെയ്തത്? കാരണം പലപ്പോഴും നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ ചില പാടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത്? എങ്ങനെയാണ് ആ സമയത്ത് വരെ മോട്ടിവേഷൻ മുമ്പോട്ട് കണ്ടിന്യൂ ചെയ്തത്? എൻ്റെ എക്കാലത്തെ മോട്ടിവേഷൻ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണ്. അപ്പോൾ ഞാൻ പരീക്ഷയുടെ എല്ലാ ഘട്ടത്തിലും കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഇൻ്റർവ്യൂ ഘട്ടത്തിലും ചെയ്തത്. അതിലേക്കായി ആദ്യം ഡാഫ് അനാലിസിസ് നന്നായിട്ട് നടത്തി. അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുകയുണ്ടായി. ശേഷം കറണ്ട് അഫയേഴ്സ് ആൻഡ് കേരള മൊഡ്യൂൾസ്, നമ്മുടെ സൊസൈറ്റിയെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൽ എനിക്ക് ഒരുപാട് സഹായകരമായതാണ് ലീഡിലെ GDയും അതേപോലെ തന്നെ കേരള ബേസ് ക്ലാസ്സസ്. ഓക്കെ, ഗ്രൂപ്പ് ഡിസ്കഷൻ എത്രമാത്രം ആദർശിൻ്റെ പ്രിപ്പറേഷൻ ഏതൊക്കെ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്? സാർ, ഗ്രൂപ്പ് ഡിസ്കഷൻ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു സെഷൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ ആഴ്ചയും ഇന്നതാണ് ഡിസ്കസ് ചെയ്യുന്നത് നേരത്തെ തന്നെ തീരുമാനിക്കുന്നു. അപ്പോൾ അത് ഒരുപാട് പോയിന്റുകൾ നേരത്തെ തന്നെ കണ്ടെത്താനും കൂടുതൽ സോഴ്സ്, ലീഡിൻ്റെ തന്നെ ഒരു സോഴ്സ് തരുമായിരുന്നല്ലോ. അപ്പോൾ അത് കൂടുതൽ വായിക്കാൻ, കൂടുതൽ ആ ഒരു വിഷയത്തെ പറ്റി കൂടുതൽ അറിയാനുള്ളൊരു സ്കോപ്പ് ഉണ്ടാക്കി തന്നു. അത് വന്ന് പിന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ പിന്നെ ഇൻപുട്സ്, നമ്മുടെ ഗ്രൂപ്പ് ഡിസ്കഷനിലുള്ള മറ്റുള്ളവരുടെ ഇൻപുട്സ്, സാറിൻ്റെ ഇൻപുട്സ് എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു കോംപ്രിഹെൻസീവ് ആ ഒരു ടോപ്പിക് അന്നത്തോടു കൂടി
നമുക്കൊന്ന് മാറ്റിവെക്കാം, ആ ഒരു രീതിയിലാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. എനിക്കൊന്ന് കേരള മൊഡ്യൂൾ അല്ലെങ്കിൽ കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികളോട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കാണുന്നത് കേരളത്തെക്കുറിച്ചും മലയാളത്തെക്കുറിച്ചൊക്കെയാണ്. ആദർശിന് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെ ആയിരുന്നു ഇന്റർവ്യൂവിൽ വന്നത്? അതെ സാർ, എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഒരു 60% കേരള ബേസ്, മലയാള സാഹിത്യം, മലയാള സിനിമ, നമ്മുടെ കേരള സൊസൈറ്റി, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ അതിനൊരുപാട് GDയും മറ്റ് കേരളത്തെക്കുറിച്ചുള്ള ഒരു സമഗ്ര അവബോധം അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഇന്റർവ്യൂ ബോർഡ് കോഡിയലായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു അല്ലേ? അവരുടെ ഒരു സഞ്ജയ് വർമ്മ സാറിൻ്റെ ബോർഡായിരുന്നു. അപ്പം വളരെ വ്യത്യസ്തമായിരുന്നു, നമ്മുടെ മറ്റ് മോക്ക് ഇൻ്റർവ്യൂകളിൽ നിന്നും വളരെ വിഭിന്നമായ ഒരു അനുഭവമായിരുന്നു. അത് ശരി. ഓക്കെ, ഇൻ്റർവ്യൂവിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഈ പ്രിപ്പറേഷൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ മെയിൻസ് ആണ് എനിക്ക് തോന്നുന്നു ഏറ്റവും ഇൻറ്റൻസീവായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ഫേസ്, പ്രത്യേകിച്ച് പ്രിലിമിനറി എക്സാമിന് ശേഷമുള്ള. എന്തായിരുന്നു മെയിൻസ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി? ഉത്തരങ്ങൾ എഴുതി പരിശീലിച്ചിട്ടുണ്ടാകും, അതിനെക്കുറിച്ചൊന്ന് പറയാം. മെയിൻസ് സാറ് പറഞ്ഞതുപോലെ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഫേസാണ്, ബോത്ത് ഫിസിക്കലി ആൻഡ് ഇമോഷണലി. നമ്മൾ ആ ഒരു കിട്ടുന്ന വളരെ കുറച്ച് സമയം നമ്മൾ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രിപ്പറേഷനാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മിനിമം സമയത്തെ മാക്സിമൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് വെച്ചാൽ പതുക്കെ തുടങ്ങുക, അവസാനം എത്തുമ്പോൾ ആ ഒരു പേസ് കൈവരിക്കുക. അപ്പോൾ ആൻസർ എഴുത്തായാലും ഞാൻ ആദ്യം ഒരു ആൻസർ അല്ലെങ്കിൽ 2 ആൻസർ ആയിരുന്നു ഡെയിലി എഴുതിക്കൊണ്ടിരുന്നത്. അത് പിന്നെ ആ ഒരു എഴുത്തിൻ്റെ ഒരു സ്ട്രക്ചറും ഫ്ലോയും കിട്ടിയെന്ന് ഉറപ്പാക്കിയതിന് ശേഷം കൂടുതൽ ആൻസേഴ്സ് എഴുതാൻ തുടങ്ങി. അപ്പോൾ ഇത് ഒരിക്കലും ഒരു ബേൺ ഔട്ട് ഫീൽ ചെയ്തിട്ടില്ല. വളരെ സന്തോഷകരമായിട്ട് ആ ഒരു മെയിൻസ് കാലയളവ് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഉറപ്പായിട്ടും മെൻറ്ററുടെ ഫീഡ്ബാക്കും ഒക്കെ എടുക്കും. ഒരുമിച്ച് പഠിക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നോ? പിയർ ലേണിംഗ് അങ്ങനെ ഗ്രൂപ്പായിട്ട്? സാർ, പ്രിലിംസ് മെയിൻസ് കാലഘട്ടത്തിൽ ആ പ്രിപ്പറേഷൻ ഫേസിലില്ല. ഇൻ്റർവ്യൂവിൽ ഒരുമിച്ച് ഗ്രൂപ്പ് സ്റ്റഡീസ് ഉണ്ടായിരുന്നു. ഇപ്പം മെയിൻസിലേക്ക് വരുന്ന സമയത്ത് ഇത്തവണ പൊതുവെ പറഞ്ഞു കേൾക്കുന്ന എസ്സേയുടെ ഒരു കാര്യമാണ്. എസ്സേക്ക് പൊതുവെ മാർക്ക് കുറഞ്ഞു. എസ്സേയുടെ പ്രിപ്പറേഷന് വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും ആദർശിച്ച് ചെയ്തിരുന്നോ? എന്തെങ്കിലും ഷെയർ ചെയ്യാം സാർ? എല്ലാവരും ചെയ്യാറുള്ളതാണ് ടോപ്പേഴ്സ് കോപ്പി. നല്ല എസ്സേയിൽ നല്ല സ്കോർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പേഴ്സ് കോപ്പി വായിക്കാറുണ്ടായിരുന്നു. പിന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ഇൻപുട്ട്, അതിപ്പോൾ ഒരു കോട്ടാവാം, കവിതയാവാം, അനക്ഡോട്ട്സ് ആവാം. അപ്പോൾ മറ്റുള്ളവർ ടോപ്പേഴ്സ് കോപ്പിയിൽ നിന്നും വിഭിന്നമായി എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ അത് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഏത് സോഴ്സാണ്? ഇന്റർനെറ്റ് ആണോ, പത്രവായനയാണോ? കൂടുതലും ഇൻ്റർനെറ്റ് ബേസ്ഡ് സോഴ്സ് ആയിരുന്നു. പിന്നെ ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസിൽ നിന്നും ക്യാച്ചി ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റോറീസ്, വളരെ ചെറിയ കാര്യങ്ങളാവാം, എന്നാലും അത് നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു. ഇതേ സ്ട്രാറ്റജിയാണോ നമ്മുടെ GS4 അഥവാ എത്തിക്സിനും ആദർശ് ഉപയോഗിച്ചിരുന്നത്? യെസ് സാർ, GS4 മെയിൻലി എൻ്റെ എക്സാമ്പിൾസ് എല്ലാം ഞാൻ തന്നെ കളക്ട് ചെയ്ത എക്സാമ്പിൾസ് ആയിരുന്നു. അപ്പോൾ അത് ഓൺലൈൻ സോഴ്സസും പത്രമാണ് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്തത്. ഇത് കൂടാതെ കുറച്ച് ഡയഗ്രമാറ്റിക് ആയിരുന്നു ആൻസേഴ്സ്. ഓരോ ആൻസേഴ്സിലും എന്തെങ്കിലും ഒരു പ്രത്യേകത കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് GS4 സ്കോർ ചെയ്യാൻ സഹായിച്ചുള്ളത്. ഇതിലിപ്പോൾ അഗ്രികൾച്ചറിലാണ് ബിരുദം. ഏതെങ്കിലും എന്തുകൊണ്ടാണ് മലയാള സാഹിത്യം ഒരു ഐച്ഛിക വിഷയമായിട്ട് വരുമ്പോൾ അത് എന്തുകൊണ്ടാണ് പരിഗണിച്ചത്, തിരഞ്ഞെടുത്തത്? ഒന്നാമത്തെ കാര്യം, മലയാള സാഹിത്യത്തോട് ചെറുപ്പം മുതലേ താല്പര്യമുണ്ടായിരുന്നു. 10ാം ക്ലാസ് സ്കൂൾ കാലഘട്ടത്തിൽ മലയാള സാഹിത്യത്തോട് വിട പറയേണ്ടി വന്നതാണ്. എന്നാൽ UPSC പ്രിപ്പറേഷനിലേക്ക് വന്നപ്പോൾ മലയാള സാഹിത്യം എന്തുകൊണ്ട് നല്ലൊരു ഓപ്ഷൻ ആണെന്ന് ഒരു തോന്നലുണ്ടായി, എടുത്തു. രണ്ടാമതായി സാർ, മലയാള ഓപ്ഷനിൽ നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ലേണിംഗ് എക്കോസിസ്റ്റമാണ്. ഇതൊരു ഓപ്ഷണൽ, പ്രത്യേകിച്ച് അഗ്രികൾച്ചർ പോലുള്ള ഒരു ഓപ്ഷണലിൽ കിട്ടാത്തൊരു സപ്പോർട്ട് മലയാള ഓപ്ഷണലിൽ ഇവിടെ ലഭ്യമായിരുന്നു. അതും എന്നെ ആകർഷിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പുതിയൊരു ഉദ്യോഗാർത്ഥി ഇത്തവണ പ്രിപ്പറേഷൻ തുടങ്ങുന്ന ആൾ ഓപ്ഷണൽ തിരഞ്ഞെടുക്കുമ്പോൾ ആദർശിൻ്റെ അഭിപ്രായത്തിൽ എന്ത് ഫാക്ടറിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? സാർ, ഒന്ന് മാനസികമായിട്ടുള്ളൊരു അടുപ്പം. ആ ഓപ്ഷണൽ നമുക്ക് കൂടെ തോന്നണം, നമ്മുടെ ഭാഗമാണ്. ഓപ്ഷണൽ നമ്മുടെ ഒരു പ്രിപ്പറേഷൻ്റെ ആ ഒരു ലൈഫിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് ആ ഒരു ഇഷ്ടപ്പെട്ട് പഠിച്ചാലേ ഓപ്ഷണൽ നമുക്ക് നന്നായിട്ട് മുന്നേറാൻ പറ്റും. 2, ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ അതിനൊരു ലേണിംഗ് എക്കോസിസ്റ്റം കൂടി അവൈലബിൾ ആയിരിക്കണം. ഓപ്ഷണൽ സെൽഫ് പ്രിപ്പറേഷനിലുപരി നമുക്ക് കൂടുതൽ ടെസ്റ്റൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഒരു ഫീഡ്ബാക്കൊക്കെ ലഭ്യമാണെന്ന് കൂടി ഉറപ്പുവരുത്തുന്നത് നന്നായിരിക്കും. ഓക്കെ, ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. ഓക്കെ, അപ്പോൾ മെയിൻസിൽ നിന്ന് എനിക്കൊന്ന് കുറച്ചുകൂടി പുറകോട്ട് വന്നാൽ പ്രിലിമിനറി എക്സാമിൻ്റെ ഒരു ഫേസാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ അറ്റംപ്റ്റിൽ ആദർശ് ക്ലിയർ ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു തിരിച്ചടി എങ്ങനെയാണ് ഓവർകം ചെയ്തത്? അടുത്ത തവണത്തേക്ക് 2 കാര്യങ്ങൾ. ഒന്ന്, എങ്ങനെ ആ ഒരു മാനസികമായൊരു വിഷമം ഓവർകം ചെയ്തു? രണ്ടാമത്തത്,
എന്ത് ചേഞ്ചാണ് പ്രിപ്പറേഷനിൽ പുതുതായിട്ട് വരുത്തിയത്? മാനസിക വിഷമം എന്ന് പറയാൻ കഴിയില്ല. കാരണം 2023 പ്രിലിംസ് പൊതുവേ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എൻ്റെ PCM ക്ലാസ്സിന് ശേഷമുള്ള പ്രിലിംസ് ആയിരുന്നു. അപ്പോൾ ക്ലാസ്സിന് ശേഷം പ്രിപ്പറേഷൻ വളരെ സമയം പരിമിതമായതുകൊണ്ട് തന്നെ ഒരു ഇൻറ്റൻസ് പ്രിപ്പറേഷൻ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത്തത്, അതായത് 2024 പ്രിലിംസ് നന്നായിട്ട് എഴുതണമെന്നൊരു നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടി പ്രാക്ടീസായിരുന്നു. കൂടുതൽ ടെസ്റ്റ് എടുക്കുക, കൂടുതൽ ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പം പ്രിപ്പറേഷൻ സെൽഫ് സ്റ്റഡിക്ക് കുറച്ച് സമയവും ടെസ്റ്റ് സീരീസിന് കൂടുതൽ സമയവും അലോക്കേറ്റ് ചെയ്യുന്നൊരു സ്ട്രാറ്റജിയാണ് ഞാൻ സ്വീകരിച്ചത്. ഓക്കെ, ഏകദേശം എന്ന് തൊട്ടാണ് ടെസ്റ്റുകൾ എടുത്തു തുടങ്ങിയത്, MCQ ബേസ്ഡ് ടെസ്റ്റുകൾ? സർ, ഡിസംബർ ആദ്യത്തോടുകൂടി പൂർണ്ണമായും പ്രിലിംസിലേക്ക് കടന്നു, പ്രിലിംസ് പ്രിപ്പറേഷനിലേക്ക്. ആദ്യത്തെ ആഴ്ച തൊട്ട് തന്നെ ടെസ്റ്റ് സീരീസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓരോ ആഴ്ചയും ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്തു പോയിരുന്നു. അതിനനുസരിച്ച് സെക്ഷൻ ടെസ്റ്റുകൾ, ഓരോ സബ്ജക്റ്റ് ടെസ്റ്റ് എടുക്കും. ആ വീക്കെൻഡിൽ അതിൻ്റെ ഒരു ഫുൾ ടെസ്റ്റ് എടുക്കുമായിരുന്നു. അങ്ങനെയാണ്. ഈ ടെസ്റ്റിന് ശേഷമുള്ളൊരു പ്രോസസ്സ് എന്തായിരുന്നു ആദർശിന്? അതായത് ഇപ്പോൾ പലരും വിചാരിക്കുന്നത് ജസ്റ്റ് ആൻസർക്ക് വായിച്ചു പോയാൽ മതി. ഇപ്പോൾ ചിലർ അതിന് ബേസ് ചെയ്ത് നോട്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്യും, അല്ലെങ്കിൽ അനലൈസ് ചെയ്യും. അപ്പോൾ എന്തായിരുന്നു ആദർശിൻ്റെ ഒരു പ്രോസസ്സ്? സർ, ഞാൻ ഫോളോ ചെയ്തിരുന്നത്, ഇന്നാണ് ഒരു ടെസ്റ്റ് എടുക്കുന്നതെങ്കിൽ ആൻസർക്ക് ഇന്ന് നോക്കില്ല. പിറ്റേ ദിവസം വളരെ ശാന്തമായിട്ട് നല്ലൊരു പുതിയൊരു അറ്റ്മോസ്ഫിയറിലിരുന്ന് ആൻസർ കീ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യും. എന്തുകൊണ്ട് ശരിയായി എന്നധികം നോക്കാറില്ല, എന്തുകൊണ്ട് തെറ്റി, ഇതിനെ എങ്ങനെ ശരിയാക്കാം. തെറ്റിപ്പോകുന്ന ആൻസേഴ്സിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തിരുന്നത്. പിന്നെ ഫാക്ച്വലായിട്ടുള്ള ആൻസേഴ്സ് ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വയ്ക്കുമായിരുന്നു. നോട്ട് മേക്കിംഗ് എന്ന രീതിയിലേക്ക് കടന്നിട്ടില്ല. സ്ട്രൈക്കിംഗ് പോയിന്റ്സ് ഉണ്ടെങ്കിലും റിപ്പീറ്റ് ചെയ്ത് വരുന്ന തീംസും നോട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഒത്തിരി MCQ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തു എന്ന് പറഞ്ഞു, അതുപോലെ അത് അനലൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പലരും എനിക്കൊന്ന് എടുത്തു പറയുന്നൊരു കാര്യമാണ് പ്രീവിയസ് ഇയർ, പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു പ്രാധാന്യം. ആദർശിന് അത് എത്രമാത്രം ആ ഒരു പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ടുണ്ട്, അത് സഹായകരമായിട്ടുണ്ടോ? തീർച്ചയായും സാർ. 2011 തൊട്ടുള്ള 2022-23 വരെയുള്ള എല്ലാ POQസും ചെയ്തിട്ടുണ്ട്. ആ ഒരു POQ അനാലിസിസിൽ നിന്നാണ് UPSCയുടെ ഒരു ട്രെൻഡ്, അല്ലെങ്കിൽ UPSCയുടെ ഒരു കോർ ഏരിയാസ് ഉണ്ട് എല്ലാ സബ്ജക്ട്സിലും. അപ്പോൾ അത് മനസ്സിലാക്കാൻ ആ ഒരു POQ അനാലിസിസ്. പിന്നെ UPSCയുടെ ഓപ്ഷൻസ്, അവരുടെ വേർഡിങ്സ്, ക്വസ്റ്റ്യൻ ഫ്രേസ് ചെയ്യുന്ന രീതി, ഇതെല്ലാം ആ ഒരു ക്വസ്റ്റ്യനെ കൂടുതൽ അടുത്തറിയാൻ സഹായിക്കും. അത് ആ ഒരു അപരിചിത്വം നമുക്ക് മാറ്റാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതായിരുന്നു CSATനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു അതിൽ? അതെ സാർ, ആ CSAT പൊതുവെ ബുദ്ധിമുട്ടായിരുന്നു. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ അത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ അറ്റംപ്റ്റിലേക്ക് CSATന് കൂടുതൽ പ്രാധാന്യം നൽകിയുള്ള പ്രിപ്പറേഷൻസ് ആയിരുന്നു. അത് ശരി. അതിന് എന്ത് രീതിയിലുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു? MCQ സോൾവ് ചെയ്യലായിരുന്നു അതോ മറ്റു രീതിയിലുള്ള? സാർ, അവിടെ ഞാൻ കൂടുതലായി ഉപയോഗിച്ചത് കേരള PSCയുടെ ക്ലാസ്സുകളായിരുന്നു. യൂട്യൂബിൽ നിന്ന് ലഭ്യമാകുന്ന കേരള PSCയുടെ ക്ലാസ്സുകളിൽ ബേസിക് ഫണ്ടമെൻറ്റൽസ് ഓഫ് CSAT, എല്ലാത്തിനുമുള്ളൊരു ഫണ്ടമെൻറ്റൽസ് അതിൽ നിന്ന് പഠിക്കുമായിരുന്നു. എന്നിട്ട് ടെസ്റ്റ് എടുക്കുന്ന രീതിയായിരുന്നു അഡോപ്റ്റ് ചെയ്യുന്നത്. അത് ശരി. ഇപ്പോൾ പ്രിലിമിനറി പരീക്ഷ എടുക്കാറായി, ഇപ്പോൾ 10-20 ദിവസം കൂടിയേ ഉള്ളൂ. ആദർശിൻ്റെ ഒരു മാസത്തെ സ്ട്രാറ്റജി എന്തായിരുന്നു? എങ്ങനെയായിരുന്നു പ്രിലിമിനറി പരീക്ഷയ്ക്ക് മുമ്പുള്ള? എനിക്ക് തോന്നുന്നു പലർക്കും അത് കേൾക്കാൻ ആഗ്രഹമുണ്ടാവും. എന്തായിരുന്നു ചെയ്തിരുന്നത്? റിവിഷനാണോ കൂടുതൽ പ്രാധാന്യം കൊടുത്ത്, അതോ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിനാണോ? എനിക്കങ്ങനെ അധികം സമയം ഈ പ്രിലിംസിന് വേണ്ടി ചിലവാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ലഭ്യമായ സമയം കൂടുതലും ടെസ്റ്റ് സീരീസ് എടുക്കുക തന്നെയായിരുന്നു. ഓരോ ഫുൾ ടെസ്റ്റിലാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. കാരണം സമയം കുറവായതുകൊണ്ട് തന്നെ ഫുൾ ടെസ്റ്റ് എടുത്ത് എന്തെങ്കിലും ഒരു വീക്ക് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ അതൊന്ന് റിവൈസ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു സ്ട്രാറ്റജി. അങ്ങനെയാണ് കഴിഞ്ഞ അറ്റംപ്റ്റിൽ പ്രിലിംസിന് മുമ്പ് ചെയ്തത്? അതെ സാർ, അങ്ങനെയാണ് ചെയ്തത്. ടെക്നോളജി എത്രമാത്രം ആദർശിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ പലരും വിചാരിക്കുന്ന കാര്യം, നമുക്ക് ഇപ്പോൾ യൂട്യൂബിൽ അതുപോലെ തന്നെ മറ്റൊരുപാട് സോഴ്സസ് ഉണ്ട്, പല ബ്ലോഗുകളും ഒക്കെ ഉണ്ട് പ്രിപ്പറേഷൻ സഹായിക്കാൻ. പക്ഷേ ഇതൊരു ചാലഞ്ചും കൂടിയാണ്. എവിടുന്ന് എന്ത് എടുക്കണം എന്നുള്ളതൊരു വലിയ ചാലഞ്ചാണ്. ഇപ്പോൾ ടോപ്പേഴ്സ് ആൻസർ കോപ്പിയുടെ കാര്യം പറഞ്ഞ പോലെ എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത്? ഏതൊക്കെ റിസോഴ്സസ് അല്ലെങ്കിൽ ഏതൊക്കെ പ്ലാറ്റ്ഫോംസ് സഹായകരമായിട്ടുണ്ട്? യെസ് സർ, പ്രിലിംസ് ടാക്ലിംഗ് യൂട്യൂബ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ CSAT ആൻസേഴ്സിൻ്റെ ഡിസ്കഷൻ ആണെങ്കിലും CSAT ഫണ്ടമെൻറ്റൽസ് പഠിക്കാനാണെങ്കിലും യൂട്യൂബ് സോഴ്സസ് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. ദെൻ ഓൺലൈൻ സോഴ്സസ് ലൈക്ക് ന്യൂസ് പേപ്പേഴ്സ്, സം വെബ്സൈറ്റ്സ് എക്സെട്ര. അതിൽ നിന്നെല്ലാം ഒരുപാട് പ്രിലിംസ് ആൻഡ് ബോത്ത് മെയിൻസ്, ഗവൺമെൻറ് വെബ്സൈറ്റ്സ് ആയിരുന്നു മെയിൻസ് നോട്ട് മേക്കിങ്ങിന് ഒരുപാട് ഡിപ്പെൻഡ് ചെയ്തത്. പിന്നെ PDFs,
ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ നോട്ട്സ് ആയാലും ഫ്രണ്ട്സിൻ്റെ നോട്ട്സ് ആയാലും ഇതെല്ലാം PDF രൂപത്തിലായിരുന്നു കൂടുതൽ വായന. നോട്ടായിട്ട് എഴുതുന്ന ഒരു ശീലം കുറവായിരുന്നു. പൊതുവെ നോട്ട് മേക്കിങ്ങിന്റെ ശീലം അല്ല. ഈ ചാറ്റ് GPT പോലത്തെ പുതിയ ടെക്നോളജി ഒക്കെ പ്രത്യേകിച്ച് എനിക്കൊന്ന് ഇന്റർവ്യൂവിന്റെ സമയത്താണ് അതൊക്കെ പ്രോമിനന്റ് ആയി വരുന്നത്. അതൊക്കെ സഹായം എടുത്തിട്ടുണ്ട്. അതെ സാർ, ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. പ്രത്യേകിച്ച് ഇൻ്റർവ്യൂ പ്രിപ്പറേഷനിൽ ചാറ്റ് GPT വളരെയധികം ആൻസേഴ്സ് ഫ്രെയിം ചെയ്യാനും ഒരു ആൻസേഴ്സിൻ്റെ ഒരു സ്ട്രക്ചർ ആൻഡ് ഓർഡർ ഇത് രണ്ടും കിട്ടുന്നതിന് ചാറ്റ് GPT ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ പിന്നെ പരീക്ഷയുടെ മൊത്തത്തിലുള്ളൊരു വെയിറ്റേജ് നോക്കുമ്പോൾ കറണ്ട് അഫയേഴ്സിന് വലിയ വെയിറ്റേജ് ഉണ്ട്. ആദർശ് പത്രവായന കണ്ടിന്യൂസ്ലി ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്ന് നോട്ട് എടുക്കുന്ന ശീലം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് പ്രിപ്പറേഷൻ നടത്തിയത്? കറണ്ട് അഫയേഴ്സ് ഞാൻ 2 ന്യൂസ് പേപ്പേഴ്സ്, എസ്പെഷ്യലി ഇൻ്റർവ്യൂവിൻ്റെ സമയമായപ്പോൾ ഇത് ഇന്ത്യൻ എക്സ്പ്രസ്സും ഹിന്ദുവും. പ്രിലിംസിനും മെയിൻസിനും ഹിന്ദു ആണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തത്. അതിൽ നിന്ന് തന്നെ ചോദിക്കും എന്നെനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഈ ഏരിയ നോക്കണം, ഈ ഏരിയ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യണമെന്ന് തോന്നാറുള്ള പോയിന്റ്സ് നോട്ട് ചെയ്യാൻ ശീലം ഉണ്ടായിരുന്നു. ഓൺലൈനായിട്ട് നോഷൻ ആപ്ലിക്കേഷനിൽ നോട്ട് ചെയ്തിടുകയായിരുന്നു. അങ്ങനെയായിരുന്നു കറണ്ട് അഫയേഴ്സിൻ്റെ പ്രിപ്പറേഷൻ. മോസ്റ്റ്ലി സ്വന്തമായിട്ട് ഉണ്ടാക്കിയ നോട്ട്സ് ആണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഈ കമ്പൈലേഷൻസ് ഏതെങ്കിലും ഘട്ടത്തിൽ സഹായിച്ചിട്ടുണ്ടോ? കമ്പൈലേഷൻസ് ഉപയോഗിച്ചിട്ടുണ്ട് സാർ. ലാസ്റ്റ് ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് എക്സാമിന് മുന്നേ ഇമ്പോർട്ടൻറ്റ് ടേംസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് സ്പീഷീസ് പ്രിലിംസിൻ്റെ സ്ഥിരം ഒരു റിപ്പീറ്റിംഗ് ടോപ്പിക്കാണ്. അപ്പോൾ അതൊന്ന് കമ്പൈലേഷൻസ് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെലക്റ്റീവ്ലി നോക്കിയിട്ടുണ്ട്. റിവിഷൻ്റെ ഒരു രീതി എങ്ങനെയായിരുന്നു ആദർശിൻ്റെ? ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കാണ് ആക്റ്റീവ് റീകോളിംഗ്. ഇവിടെ ലീഡിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് പ്രിലിംസിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ആക്റ്റീവ് റീകോളിംഗ് എക്സസൈസും വർക്ക് ബുക്കൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തു. അപ്പം എന്തായിരുന്നു റിവിഷൻ്റെ രീതി? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ റിവിഷൻ മെയിൻലി ടെസ്റ്റ് സീരീസിനെ ഡിപ്പെൻഡ് ചെയ്തായിരുന്നു. അതിൽ വീക്കായിട്ടുള്ള ഏരിയാസ് മാത്രമേ റിവൈസ് ചെയ്തിട്ടുള്ളൂ. അതും ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സസ്. ഒരുപാട് സോഴ്സസ് തിരഞ്ഞു പോയിട്ടില്ല. അപ്പം മിനിമലായിട്ടുള്ള സോഴ്സിൽ നിന്നും മാക്സിമം ഔട്ട്പുട്ട് എടുക്കുക, അതായിരുന്നു എൻ്റെ ഒരു ഒബ്ജക്റ്റീവ്. റിവിഷനും അത്തരത്തിലൊരു ഫോക്കസ്ഡ് റിവിഷനായിരുന്നു. ആവശ്യമുള്ളത് മാത്രം റിവൈസ് ചെയ്തു. കോൺഫിഡൻ്റ് ആണെന്ന് ഉറപ്പുള്ളത്, ടൈം കൺസ്ട്രെയിൻ ഉള്ളത് കൊണ്ട് തന്നെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളതിനെ മാറ്റിവെച്ചിരുന്നു. ആ രീതിയിലാണ്. ഇപ്പോൾ പരീക്ഷയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്തൊരു ഘടകമാണ് നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു ആസ്പെക്റ്റ്. പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു റിപ്പീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ആ ക്ഷമയും പെർസീവറൻസ് ഒക്കെ വേണം. അതോടൊപ്പം നമ്മളെപ്പോഴും ഒരേ പേസിൽ നമുക്ക് പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ പറ്റില്ല. എന്തായിരുന്നു ആദർശിൻ്റെ സപ്പോർട്ട് സിസ്റ്റം? ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എത്രമാത്രം ഇതിനെ സഹായിച്ചിട്ടുണ്ട്? ഏറ്റവും കൂടുതൽ ഒരു മെൻ്റൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫാമിലി തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ്റെ ഒരു മേജർ ഘട്ടവും വീട്ടിൽ പോയി വരികയായിരുന്നു. റീഡിംഗ് റൂമിൽ പകലിരിക്കും, രാത്രി വീട്ടിൽ പോകും. അപ്പോൾ ആ ഒരു വീടുമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് എല്ലാ ഘട്ടത്തിലും ഒരു പോസിറ്റീവ് എനർജി നൽകിയിട്ടുണ്ട്. മെയിൻസിലേക്ക് എത്തിയപ്പോഴും ആഴ്ചയിലൊരിക്കൽ വീട്ടിലേക്ക് പോകാൻ ശ്രമിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു വീട് എന്നൊരു സപ്പോർട്ടുണ്ട്. രണ്ടാമത് ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു. വളരെ മിനിമലായിട്ടൊരു ഫ്രണ്ട് സർക്കിളാണ്, എന്നാലും അവരുടെ ഒരു സപ്പോർട്ട് അതും വളരെയധികം ഈ ഒരു ഇൻറ്റൻസ് ഫേസിനെ മറികടക്കാൻ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, ഏതെങ്കിലും ഘട്ടത്തിൽ ആരെങ്കിലും നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടോ? നിങ്ങളെ കൊണ്ട് ഇത് പറ്റില്ല എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ അങ്ങനെ അനുഭവങ്ങളുണ്ടോ? ഇല്ല സാർ, ഒരിക്കലും അങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കേണ്ടി വന്നിട്ടില്ല. അഥവാ കേട്ടാലും എനിക്കങ്ങനെ മറ്റുള്ളവരുടെ അഭിപ്രായത്തോട് ഇത്തരം അഭിപ്രായങ്ങളെ ഞാൻ സീരിയസ് ആയിട്ട് എടുക്കാറില്ല. എങ്കിലും ഉറപ്പായിട്ടും ഒരു ഡൗൺ ആവുന്ന മൊമെന്റ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സോഷ്യൽ ലൈഫൊക്കെ നമ്മൾ കുറേയൊക്കെ മാറ്റി വെക്കണമല്ലോ പ്രിപ്പറേഷന്. ആദർശനും അങ്ങനെ ആയിരുന്നു? അതോ സോഷ്യലി ഇത്തരത്തിലുള്ള മറ്റു ഫങ്ഷൻസ്, ഗ്യാതറിങ്സ് അതൊക്കെ അറ്റൻഡ് ചെയ്യായിരുന്നു? സാർ, ഒരു ബാലൻസ്ഡ് ഇതായിരുന്നു. സോഷ്യൽ ഫങ്ഷൻസ് കുറച്ചൊക്കെ മാറ്റി വയ്ക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്നിരുന്നാലും മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. സിനിമകൾ കാണാൻ പോകാറുണ്ട്. തിരുവനന്തപുരത്ത് എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ, കനകക്കുന്നിലൊക്കെ എന്തെങ്കിലും പ്രോഗ്രാംസ് നടക്കുമ്പോൾ പോകാറുണ്ട്. അങ്ങനെയൊക്കെ. ഇപ്പോൾ കോളേജ് കാലത്തേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ഓപ്ഷനിലാണ്. എനിക്കൊന്നു നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷനിൽ സംസാരിച്ചപ്പോഴും മോക്കിൻ്റെ സമയത്തൊക്കെ വളരെ പാഷനേറ്റ് ആയിട്ടാണ് ആദർശ ആ ഏരിയയിലുള്ള കാര്യങ്ങൾ വെൽ റെഡുമാണ്, ഉറപ്പായിട്ടും പഠിച്ച വിഷയമാണ്. കോളേജ് സമയത്ത് ഏത് ഘട്ടത്തിലാണ് സിവിൽ സർവീസ് മേഖല തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കുന്നത്? വളരെ ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു? ശരിക്കും കോളേജിന് മുന്നേ എടുത്തൊരു തീരുമാനമാണ്. അതിനെൻ്റെ ഒരു കസിൻ സജിത്ത് എന്നാണ് പേര്. അപ്പോൾ ചേട്ടൻ നല്ലൊരു ഗൈഡൻസ് സ്കൂൾ കാലഘട്ടം തൊട്ട് തന്നെ നൽകിയിരുന്നു. അപ്പോൾ അതെനിക്ക് കോളേജ് കാലഘട്ടത്തിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റി. ആ ഒരു ഗൈഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ
കോളേജിൻ്റെ ആദ്യ വർഷം തന്നെ ഒരു 3 ഇയർ പ്രോഗ്രാം ജോയിൻ ചെയ്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കോവിഡ് വൈറസ് ഒക്കെ വന്ന് ലോക്ക്ഡൗൺ ആയതോടുകൂടി അത് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. എന്നിരുന്നാലും പത്രം വായന, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഹിന്ദു പത്രം വായിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ അത് ഈ ഒരു UPSC ആയിട്ടും അല്ലെങ്കിൽ ഈ ഒരു UPSC ജേണിയുമായിട്ട് കൂടുതൽ അറ്റാച്ച് ആയിരിക്കാൻ എപ്പോഴും സഹായിച്ചിട്ടുണ്ട്. ആ സമയത്ത് ആരെങ്കിലും ഗൈഡ് ചെയ്യാനുണ്ടായിരുന്നോ? പത്രം എങ്ങനെ വായിക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് മത്സര പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പത്രം വായിക്കേണ്ടത്, അങ്ങനെ എന്തെങ്കിലും? യെസ് സാർ, അതൊരു ഓറിയന്റേഷൻ ക്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആദ്യമേ തന്നെ. ആവശ്യമുള്ളത് മാത്രം വായിക്കുക. ഞാൻ ഉപയോഗിച്ചിരുന്ന സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ബാക്കിൽ നിന്ന്, പത്രത്തിൻ്റെ പുറകു സൈഡിൽ നിന്ന് തുടങ്ങുക എന്നതായിരുന്നു. അപ്പോൾ എഡിറ്റോറിയൽ പേജോടുകൂടി അവസാനിപ്പിക്കും. മെയിൻ ഹെഡ്ലൈൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്ലിംസ് ചെയ്ത് നോക്കും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ശരി. ഈ കോളേജ് സമയത്ത് പങ്കെടുത്തിട്ടുള്ള മത്സരങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എനിക്ക് ആ സമയത്ത് അക്യൂർ ചെയ്ത് എന്തെങ്കിലും സ്കിൽ സെറ്റ് ഈ പരീക്ഷയുടെ പ്രിപ്പറേഷനിലും വിജയിക്കാനും ആദർശന് സഹായിച്ചായിട്ട് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ചും പലരും പറയുമ്പോൾ അനുഭവങ്ങൾ പലപ്പോഴും പല ക്വിസ് കോമ്പറ്റീഷനൊക്കെ പോകുന്നതും ഒക്കെ സഹായകരമായിട്ട് പറയാറുണ്ട്. ആദർശൻ അങ്ങനെ എന്തെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? യെസ് സാർ, സാർ പറഞ്ഞ പോലെ ക്വിസ് കോമ്പറ്റീഷൻസ് ഞാൻ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും ക്വിസ് കോമ്പറ്റീഷൻസ് പങ്കെടുക്കുമായിരുന്നു. അത് കറണ്ട് അഫയേഴ്സിലുള്ളൊരു കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ബേസ് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ശേഷം മെയിൻസ് എക്സാമിലേക്ക് കിടക്കുമ്പോഴും നമുക്ക് ആ ഒരു ആൻസേഴ്സിനെ സ്ട്രക്ചർ ചെയ്യാനും ഒരു അനലിറ്റിക്കലായിട്ട് വളരെ മിനിമൽ രീതിയിൽ ഒരു ആൻസറിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു കഴിവ് കോളേജ് കാലഘട്ടത്തെ പഠനം സഹായിച്ചിട്ടുണ്ട്. ഇത് രണ്ടും ആ സ്കിൽ സെറ്റ്സ് എനിക്ക് പരീക്ഷയിൽ വളരെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഇത്തവണ പ്രിലിംസ് എഴുതാൻ പോകുന്നവരോട് ആദർശന് എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ചും ഈ ഒരു തിരിച്ചടി നേരിട്ട് അതിനെ മറികടന്ന് വിജയിച്ചു വന്ന ഒരാളാണ് സ്വന്തം എഫേർട്ടിൽ. അപ്പോൾ അതുകൊണ്ട് എന്താണ് അവരോട് പറയാനുള്ളത്? കൂടുതലും പ്രാക്ടീസ് ചെയ്യുക, അതായത് ടെസ്റ്റ് സീരീസ് കൂടുതലായിട്ട് എടുക്കുക. ദെൻ എന്തെങ്കിലും ആൻസേഴ്സിൽ എന്തെങ്കിലും നമുക്കൊന്ന് തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ക്രെഡിബിൾ സോഴ്സസ് ഡിപ്പെൻഡ് ചെയ്യുക. രണ്ടാമതായി കൂടുതൽ ചെയ്യേണ്ടതായിട്ടുള്ളതാണ് ബേസ് ബിൽഡപ്പ് ചെയ്യുക. അത് അവസാന ഘട്ടത്തിലാണെങ്കിൽ പോലും ബേസ് ആണ് നമ്മുടെ ആ ഒരു UPSC ജേണിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽസ് ആണ്. അപ്പോൾ അത് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്യുക. ഈ ഉള്ള സമയം കൂടുതൽ കറണ്ട് അഫയേഴ്സ് പോലുള്ളതിലേക്ക് ഇനി കടക്കാതെ ബേസ് സെറ്റാക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവസാനമായിട്ട് ഈ പരീക്ഷയുടെ അടുത്ത ദിവസങ്ങളിൽ നമുക്കുണ്ടാകുന്ന ഇമ്മൻസ് പ്രഷർ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് പ്രിലിമിനറി പരീക്ഷയുടെ. അപ്പം അത് ആ സമയത്ത് പോസിറ്റീവായിട്ട് നിൽക്കാൻ ആദർശ് എന്തെങ്കിലും ടിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ഷെയർ ചെയ്യാമോ? അങ്ങനെ പ്രത്യേകിച്ച് ടിപ്സ് ഒന്നുമില്ല. ബി കോൺഫിഡൻറ്റ് ആസ് ഓൾവേസ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. ദെൻ ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഒരിക്കലും അണ്ടർ കോൺഫിഡൻ്റ് ആവേണ്ട ആവശ്യമില്ല. ഇത് UPSC ഒരു ബാലികേറാ മലയല്ല, എല്ലാവരെ കൊണ്ടും പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഒരിക്കലും UPSC ജേണിയിൽ നമ്മൾ ഒരിക്കലും ഡിസ്ട്രാക്റ്റ് ആയി പോകരുത്. ഒരുപാട് സോഴ്സസ് ഉണ്ടാവും, ഒരുപാട് ഒപ്പീനിയൻസ് കേൾക്കേണ്ടി വരും. നമ്മൾ നമ്മുടേതായ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക, അതിൽ ഉറച്ചു നിൽക്കുക, അത് വിശ്വസിക്കുക, പ്രിപ്പയർ ചെയ്യുക. വിജയം ഉറപ്പായിരിക്കും. തീർച്ചയായിട്ടും. എനിക്കൊന്നു ആ ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. ആദർശ് നമുക്കറിയാം ഇത്തവണ ലീഡ് സക്സസ് പോഡിയത്തിൽ വന്ന ഒത്തിരി പേര് തിരിച്ചടികളോട് അത് ഫേസ് ചെയ്ത് അത് മറികടന്ന് വന്നിട്ടുള്ളവരാണ്. അപ്പോൾ എന്തായാലും ആദർശിൻ്റെ ജേണി, UPSC പ്രിപ്പറേഷൻ ജേണി നമ്മൾ കണ്ടു. അപ്പോൾ എന്തായാലും ഭാവിയിലേക്ക് എല്ലാ ആശംസകളും ആദർശ്. അതോടൊപ്പം ലീഡിൻ്റെ ഈ പറഞ്ഞ ലീഡുമായിട്ട് ഈ സ്റ്റോറി ഷെയർ ചെയ്യാൻ ഇവിടെ വന്നതിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. Lead IAS, #1 IAS Academy in Kerala.